അപ്പൊ നമ്മളിന്ന് വാഗമണ്ണ് പോവാണ്. നമ്മള് കൂട്ടുകാരിലോട് ഒരുമിച്ചാണ് പോകുന്നത്. ഞാൻ ഇവന്റെ PG-ലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇവിടുന്ന് നേരെ രാവിലെ ആശാറിന്റെ അടുത്ത് പോകണം. അപ്പം അവിടുന്നാണ് ഇനി ഡയറക്റ്റ് പോകേണ്ടത്. അപ്പം ഞാൻ അന്നേരം ഇന്നലെ രാത്രിയാണ് വന്നത്. ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അപ്പൊ ഹോസ്റ്റലിൽ നിന്ന് രാത്രി ഈ സമയത്തൊന്നും ഇറക്കി വിടത്തില്ല. ഇപ്പൊ ഏകദേശം ഒരു 3:30-6 അപ്പം 4 മണിയാകുമ്പോൾ ആശാറിന്റെ വീട്ടിൽ ചെല്ലണമെന്നാണ് പറഞ്ഞത്. അപ്പം ഇപ്പൊ ഇറങ്ങണം. ഇപ്പൊ ഇറങ്ങിയാലേ ഇനി അവനോട് ചെല്ലാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളിപ്പോ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഇതാണ് ഇവന്റെ PG. ഇവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്തോണ്ട് അയ്യോ രാത്രി 3 മണിയായി. ഇനി പുറത്ത് എല്ലാവരും ഉറങ്ങി. പുറത്തെല്ലാം വീട്ടുകാരുണ്ട്. വീട്ടിലൊക്കെ ലൈറ്റ് കിടപ്പുണ്ട്. മരുന്ന് ഉറങ്ങിയിട്ടില്ലെന്ന് അവൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ ഇട്ട് പോവാ. ലൊക്കേഷൻ മറന്നുപോയി. ഗൈസ് അങ്ങനെ നമ്മൾ അവൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അവൻ്റെ വീട്ടുകാരെല്ലാം ഉറക്കമാണ്. അപ്പം നമ്മുടെ പോകുന്ന വണ്ടി ഈ വണ്ടിയിലാണ്. അവൻ്റെ ജിമ്മിലാണ് പോകുന്നത്. അവൻ റെഡി ആവുന്നേ ഉള്ളൂ. അവൻ വന്നു. പിന്നെ ഡിക്കാത്തിട്ടെല്ലാം ബാഗെല്ലാം നിൽക്കുക. എല്ലാവരെയും വെക്കാൻ പറ്റുമായിരിക്കും അല്ലേ? നമ്മുടെ ടോട്ടൽ 7 പേരാണ്. 7 പേരാണ് നമ്മൾ പോകുന്നത്. ഇനി ഒരാളൂടെ വരാനുണ്ട്. കത്തിയൊക്കെ ഉണ്ട്. കീപാട് ഇനി ഒരാളോട് വരാനുണ്ട്. അവനോട് വന്നിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. ലേറ്റാ. നേരത്തെ വരുമായിരിക്കും അവിടെ. ലാസ്റ്റ് ആളും വന്നു. പോക്കറ്റ് പാട്ടൊക്കെ ഇട്ടോ ഒന്ന്. അയ്യോ എബിനെ വിളിച്ചായിരുന്നു. എബിനാന്ന് പറഞ്ഞു കാറ്റടിക്കുക. കാറ്റിലെന്ന് പറഞ്ഞു ഓട്ടോമാറ്റിക്കായിട്ട് 30 കയറുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ആളെ പിക്ക് ചെയ്തു. ഇനി നേരെ വാഗമൺ. ജാക്കറ്റ് വേണോ? അവന് ഹൗസൊക്കെ ഇട്ട് സെറ്റ്. നിനക്ക് വേണോ? നിനക്ക് വേണോ? റൈഡർ തന്നെ. ഗൈസ് അങ്ങനെ നമ്മള് വാഗമണ്ണെത്തി. സൺസെറ്റ് കാണാൻ വേണ്ടി പോവാണ്. കുറെ നേരത്തെ യാത്ര ചെയ്യരുത്. ഇനി ബാക്കി 2 വരാനുണ്ട്. അവന്മാര് വെയിറ്റ് ചെയ്ത് നിൽക്കുക. എത്ര മണി നമ്മളത് പൊങ്ങുന്നു പറഞ്ഞേ? 6:23 നെറ്റിക്കണ്ട്. 6:20 പൊങ്ങും. അവന്മാര് 10 വരിക്കും. ഗൈസ് ഓ ഞാൻ നീ കേറാൻ വേണ്ടി നോക്കുമായിരുന്നു. അയ്യോ ഇപ്പഴേ ടയറിന് കത്തിക്ക് മണം വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെയൊക്കെ എന്റെ ദൈവമേ. അവന്മാര് കേട്ട് വിറ്റ് ഇറങ്ങി. കുലുങ്ങി മനുഷ്യനൊരു പരിവായി. പിള്ളേരെ സൈക്കിൾ ഓടിപ്പിക്കുന്നില്ല. അതുപോലെ അവൻ പുറകെ പിടിച്ചോണ്ടോ? അയ്യോ പിടിച്ചിട്ട് കാര്യമില്ല. അത് വീണതാ. പാല് പിടിച്ചാൽ നിൽക്കത്തില്ല. അമ്മേ. ഗൈസ് അങ്ങനെ കുറെ ഓഫ് റോഡിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇവിടെ വന്ന് അവിടെ ഒരുത്തൻ്റെ ഫോൺ അങ്ങോട്ട് പോയി. അപ്പോൾ അവൻ നോക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ വീണിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതെ നമ്മളിപ്പം ഈ ഒരു സ്ഥലത്താണ്. അങ്ങനെ അവന്റെ ഫോൺ കിട്ടി. എന്തെങ്കിലും പറ്റിയോ? ഫോൺ എന്തെങ്കിലും പറ്റിയോ? എന്ത് കാണിച്ചേ? അത്രേ പൊട്ടിയുള്ളോ? പിന്നെ അതുകൊണ്ട് അങ്ങനെ നമ്മള് മല കയറാൻ പോവാ. ഏതാ മൂട്.
അതുപോലെ സംഭവമാണ് അവിടെ. ഈ കല്ലേ കയറി ചേട്ടൻ കാലം എത്താൻ നോക്കിയത് ഇവിടുന്ന് ഇങ്ങോട്ട് മറിഞ്ഞു വീണ് സൈലൻസർ അകത്തോട്ടൊക്കെ വളഞ്ഞു. തിരിച്ച് ഞാൻ വേറെ ബൈക്കിലാ പുറകെ ഒരു അടി അടിക്കുമായിരുന്നു. അപ്പൊ ഇവിടെ അവൻ വണ്ടി കയറ്റാൻ വേണ്ടി നോക്കാൻ വേണ്ടിയാണ് അവന്റെ ജിംനി ഉണ്ടോ. വണ്ടി ഇത് താഴെ കിടപ്പുണ്ട്, അവനെ കയറ്റാന്നൊക്കെയാ പറയുന്നത്. ഇനി ഇവിടുന്ന് അങ്ങ് വരെ നമ്മൾ കയറണം. ഞാൻ വണ്ടി കയറ്റിക്കൊണ്ട് വന്നോണ്ടിരിക്കുകയാണ്. ഓ പൊളി. ഇതേ ബനോദയ അങ്ങ് ചെന്ന് അതിന് നമ്മളെല്ലാം കയറാം. വണ്ടി കയറിയത് കാര്യമല്ലേ, പിന്നെ പോകണ്ട നടന്നു കൊണ്ടുവന്നതിന്. ഇനിയും കയറിക്കോളൂ, ഇനി കയറണമെന്നാണ് വിശ്വാസം. ഇവിടുന്ന് മല കയറുന്നത് നോക്കിടൂ. ദർശന്റെ ആറ്റിറ്റ്യൂഡ് ഇരിപ്പൊക്കെ അവിടെ ആണെങ്കിൽ വേറെ ജീപ്പുകാരൊക്കെ ഉണ്ട്. വേറെ ജീപ്പൊക്കെ അവിടെ കൊണ്ടിട്ടേക്കുന്നു. അപ്പൊ നമ്മൾ ഫ്രെയിമിലോട്ട് കയറണം. ഇങ്ങനെ വരണം. അന്ന് മല കണ്ടില്ലേ? അന്ന് കഴിഞ്ഞ ദിവസം റീല് കണ്ടിട്ട് ഒറ്റ മൈൻഡ് കയറി പോകുന്നോ. അപ്പൊ നമ്മളിപ്പോ വരാട്ടുമേടാണ്. വരാട്ടുമേട് മലയുടെ മണ്ടയ്ക്കതേ നമ്മരെല്ലാമാരും ഉണ്ട്. എന്തേ ഒരുത്തന്തോ അവിടെ ഇപ്പുണ്ട് മലയുടെ മണ്ടയ്ക്ക്, കല്ലിന്റെ മണ്ടയ്ക്ക്. തിരിച്ചു വന്നപ്പോ ഇവിടെ ഫുള്ള് വരും. അതെ വണ്ടി കുറഞ്ഞു ബോട്ട് കിട്ടാത്ത കാര്യമല്ല. ഇപ്പൊ ഒന്നും കാണുന്നില്ലായിരുന്നു വണ്ടിക്ക്. അത് ഇവിടെ എല്ലാം ഉണ്ട്, ഇഷ്ടം പോലെ. വണ്ടി പോവും. നെക്സ്റ്റ് നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടാ ഇൻഫിനിറ്റി പൂൾ എക്സ്പ്ലോർ ചെയ്യാൻ ട്രെക്ക് ചെയ്ത് പോകാൻ വേണ്ടി. ഗൈസ് നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. ഇനി അകത്തോട്ട് കയറണം, കഴിക്കണം. നല്ല തണുപ്പ് ഇവിടെ. എല്ലാവരും പൊറോട്ട കഴിക്കുക. നിങ്ങൾ പൊറോട്ട അല്ലേ? ഇവന്മാരെ ഇതാ മസാല ദോശ. ഇവനും അവനും സ്വാമിയാണ്. മസാല ദോശ ചമ്മന്തി എന്ന് പറയുമ്പോൾ തന്നെ വെള്ളം അടിച്ചു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കുഴപ്പമില്ല. ഇപ്പൊ എവിടെ നോക്കിയാലും ഈ സാധനമേ ഉള്ളൂ. ആ പുള്ളിക്കാരെ നോക്കുന്നു തന്നെ, ബാക്കിലുള്ള കടക്കാരൻ ഉള്ളതാണ്. ധനുഷ് അവിടെ ചോദിക്കാൻ പോയി. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ നേരെ ഇനിയും എപ്പോഴാ ഇൻഫിനിറ്റി പൂൾ അല്ലേ? നമ്മളിപ്പം ഇൻഫിനിറ്റി പൂളിലോട്ട് പോവാണ്. ഇവിടുന്ന് ഇതേ ഷോർട്ട് കട്ടൊക്കെ കയറിയാണ് പോകുന്നത്. പറയൂ, അവിടെ ചെന്നിട്ട് അല്ല അവിടെ ചെന്നിട്ട് എന്തുവാൻ ദൈവത്തിന് അറിയാം. അറിയാ ഇൻഫിനിറ്റി പൂള് തപ്പി 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 നമ്മളെ കണ്ട് ഓടയിലെ വഴി കൂടെ പോകുന്നത്. അതൊക്കെ ആണോ വീട്? വീടിന് കുപ്പിച്ചില്ല ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഏത് വഴിയാണ് തമ്പുരാൻ അറിയാം. ആ ഇൻഫിനിറ്റി പൂൾ എത്തിയതാ. ഈ വീട്ടിലെ ആളില്ല, താഴത്തെ വീട്ടിലും ആളില്ല. തപ്പി പോയനെ കാണുന്നുമില്ല. താഴത്തെ ആളുണ്ട്. അയ്യോ എന്തോ വഴിയാണ് ഇത്. ഈ വഴി തിരിച്ചിനും കേറണല്ലോ. ഓ അങ്ങനെ കാട്ടിൽ നമ്മൾ വെളിയിറങ്ങി. എന്റെ പൊന്നെ, വല്ലാത്തൊരു കല്ലിന്റെ കാടായിരുന്നു. എടാ ഒരു കമ്പ് കാടാ, 2 കമ്പ് വെച്ചോണ്ടിരിക്കാതെ. എനിക്കിതാ ആ പുലി പുലി പോടാ. ഇവിടുന്ന് കാണാൻ കൊള്ളാല്ലേ ഐസ്. നമുക്കൊരു കപ്പ് കിട്ടി.
ചേട്ടൻ കാരണം നിന്നാ ഇങ്ങനൊക്കെ. ഓ പൂള് താഴെയാടാ. എന്തേലും അംശം കാണണ്ടേ? അതിന്റെ അകത്താ. അയ്യോ ഓട്ടയ്ക്കൊന്നുമില്ല. എന്നാ ഇത് വേണം പിടിച്ചു. ഇത് വളഞ്ഞ കമ്പാ. ഞാൻ ഓർത്തേക്കിട്ട് ഗൈസ് നമ്മുടെ ഇൻഫിനിറ്റി പൂള് ഇത് എത്താറായി. എവിടെ ചുമ്മാ പോയതല്ലേ, കണ്ടൊന്നുമല്ല. ടേണിംഗ് റേഡിയസ് കുറവാ, മാറിക്കും ഇങ്ങോട്ട്. അയ്യോ കൊള്ളാലടാ സ്ഥലം. നമ്മളങ്ങനെ അവിടെ നിന്ന് നടന്ന് നമ്മുടെ അതെ ഇൻഫിനിറ്റി പൂള് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റി പൂള്. മറ്റേ സൈഡിൽ കാണിച്ചതല്ലായിരുന്നു, അത് വേറെ ആയിരുന്നു. നോക്കട്ടെ അതാ എന്തായാലും കൊള്ളാം, സ്ഥലം കൊള്ളാം. അപ്പം നമ്മളത് മരൊക്കെ ഇറങ്ങി. വലിയ കുഴിയൊന്നും ഇല്ല ഇവിടെ. നല്ല തണുപ്പാണ് കേട്ടാ വെള്ളത്തിന്. ഓ ഒടുക്കത്തെ തണുപ്പ്. നല്ല തണുപ്പുണ്ടല്ലേ. അടുത്ത് ചേട്ടാ കാലൊന്ന് മുക്കിയതാ. ആ പോടാ. ഓ എന്താ എന്ത് തണുപ്പ്. ഓ എങ്ങനെയാ മരം മുങ്ങി അടിക്കുന്നേ. അയ്യോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് കയറി. ഗൈസ് ഇത് നൈസായിരുന്നു കേട്ടോ. നല്ലതായിട്ട് കുളിക്കാനൊക്കെ പറ്റി. ഒരു റീഫ്രഷ്മെന്റ്. ഞമാരെല്ലാം ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക, എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക. ഒരു അടിപൊളി റീഫ്രഷ്മെന്റ് ആയിരുന്നു എന്ന് പറയാമല്ലോ. നല്ല തണുത്ത വെള്ളമായിരുന്നു എൻ്റെ പൊന്നെ. എങ്ങനെയാടാ? അല്ല നമ്മൾ അവിടുന്ന് നടന്ന് ഇവിടെ വന്നിട്ടാണ് നമ്മൾ വിളിച്ചത്. ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റി പൂൾ. ഇവിടെ കയറി ചാടാൻ പോയി. അളിയാ വന്ന സ്പീഡിലല്ല തിരിച്ചു കയറുന്നത്. ഊപ്പാട് ഓടോ എവിടെ വരെ ഓടോ നമുക്ക് കാണണമല്ലോ. എന്റെ പൊന്നെ ഇവിടുന്ന് കേറാൻ ഒരുപാട് പെടും. വല്ലാത്തൊരു മൂപ്പാടിനെ. ഇപ്പൊ വായിന്ന് പറഞ്ഞൊന്ന് ഞാൻ ചാവും. എന്തോ കേട്ടോ വരുമ്പോ ഇത്ര വലിയൊന്നും ഇല്ലായിരുന്നു. അയ്യോ അങ്ങനെ നമ്മള് മണ്ടയ്ക്ക് ടാർട്ട് റോഡി വന്നു. പ്രശ്നം നമ്മൾ നടക്കുന്നതല്ല പ്രശ്നം, ഈ കുത്തനുള്ള കയറ്റം ഉണ്ടല്ലോ അതാ പ്രശ്നം. നടക്കുന്നതിന് വലിയ സീനൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ താഴെ ഇറങ്ങാൻ നേരം വലിയ സീനൊന്നും ഇല്ലായിരുന്നു. അവിടെ ഇറങ്ങാൻ നേരം ആ ഫ്ലോയിലൊക്കെ ഇറങ്ങി. ഈ കയറ്റം 90 ഡിഗ്രി കയറിയപ്പോഴാണ് ഇത്രയും വലിയ പ്രശ്നം പറ്റി. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ഉളുപ്പിനി വാട്ടർഫോൾസ് കാണാൻ പോവാണ്. ഉളുപ്പിനി വാട്ടർഫോൾസ് ഇവിടുന്ന് കുറെ ഉണ്ടായിരുന്നു. വാട്ടർഫോൾസിന്റെ അടുത്ത് ടണലുണ്ട്. അപ്പൊ ആ ടണലിലൂടെ നമ്മൾ കാണും. നമുക്ക് ബാക്കി കാണാം. അവൻ നമ്മളെ വിട്ടിട്ട് വണ്ടിയും കൊണ്ട് അങ്ങ് പോയി. അടിയിടിക്കും അല്ലെങ്കിൽ ബെനോട് വണ്ടി കിട്ടും. അതെയോ കൊള്ളാം. ടണലെവിടെ? അവിടെ തന്നെ ഉണ്ട്. താഴെയോ? അതെ അവിടെ നല്ല ജീപ്പ് വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. ടൂറിസ്റ്റ് സ്പോട്ടല്ലേ. ഒരു ടണലുണ്ടോ? അല്ല എന്റെ പാന്റെ ഒരു ചേട്ടന്റെ ജീൻസ് അതായിട്ട്. അതിന്റെ പേരെന്തായിരുന്നു? ഉളുപ്പിനി ടണലല്ലേ ഇത്. ഇവിടെ ഫുള്ള് വാട്ടർഫോൾസ് ആണ്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇതേ ഇവിടെയാണ് ടണൽ നമ്മുടെ മെയിനായിട്ട്. ഗൈസ് അങ്ങനെ നമ്മൾ ടണലിലോട്ട് ഇറങ്ങാൻ പോവാണ്. ഇവിടെ നിന്ന് ഇറങ്ങാൻ ഇച്ചിരി ടാസ്ക്കാണ്. ഇവിടോട്ട് എല്ലാ സ്റ്റെപ്പും എടുത്ത് വെക്കുന്നത് സൂക്ഷിച്ച് വേണം. കണ്ടോ ഇതാണ് നമ്മുടെ ടണല്. എങ്ങനെയൊക്കെ അവിടെ കുറെ ഉണ്ടല്ലേ. ഓക്സിജൻ കുറവ് കാരണം നമുക്ക് ശ്വാസം മുട്ടും. അതുകൊണ്ട് ഒത്തിരി ഇതിനകത്തുള്ള പോലെ ഡേഞ്ചറാണ്. കുറച്ച്
സ്റ്റാൻഡ് വരെ പോകും. പിന്നെ അങ്ങോട്ട് ഇരുട്ടാണ്. അതാ അതിനെ വലിയ കുഴിയല്ലേ, അതുകൊണ്ട് അങ്ങോട്ട് കുറെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ടണലിനോട്ട് ഇറങ്ങി അല്ല എന്നെ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ തമിഴന്മാർ കുറേ പേര് വന്നു. അവർ വന്നപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ എളുപ്പം ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ ഫുൾ ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ജീപ്പ് പോകുന്നത് ഫുൾ ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അവൻ്റെ ജിമ്നി കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റി. അങ്ങനെ നമ്മൾ അവിടുന്ന് കയറി, നമ്മളിവിടുന്ന് നടന്ന് നമ്മളെല്ലാവരും കയറി ഇതുവഴി കൂടെ കയറി അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ വേണ്ടിയാണ്. അയ്യോ ഗീസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ എങ്ങോട്ടാ? കഴിക്കാൻ പോകുന്നു. എന്തുവാ? അല്ല ഇവിടെ ഒരു ജംഗ്ഷൻ കണ്ടില്ല, അവിടെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാം. ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. വണ്ടി ഇവിടെ ഫുൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ബാഗിന്റെ അടിയിലോട്ട് നമ്മൾ ബ്രെഡ് ഓംലെറ്റ് കഴിക്കാൻ വേണ്ടി പോവാം. ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ ബ്രെഡ് ഓംലെറ്റ് കഴിക്കുകയാണ്. ഉച്ചക്കത്തെ ലഞ്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അയ്യോ ഗൈസ് അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലെത്തി. ഈ സ്പോട്ടിൻ്റെ പേരെന്താ? ഉളുപ്പിനി തന്നെ നമ്മൾ കുറേ നേരം കിടന്ന് കറങ്ങുമല്ലേ. ഉളുപ്പിനി വാട്ടർഫോൾ ടണലിൽ കയറി. അത് കഴിഞ്ഞ് ഇത് ഉടുപ്പിനി വ്യൂ പോയിന്റിൽ നമ്മൾ വ്യൂ പോയിന്റിലോട്ടാണ് പോകാൻ പോകുന്നത്. എല്ലാവരും കൂടെ കയറുമോ വണ്ടിയിൽ? അവൻ്റെ വണ്ടി കൊണ്ട് അവിടെ വെച്ചു ബാക്കിൽ. വണ്ടി കയറത്തില്ല, അണ്ടർ കയറത്തില്ല. കിഴപ്പെന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റത്തെ കിഴപ്പ. നടക്കാൻ വയ്യാത്തതിന് ബാക്ക് രണ്ടുപേരെ എടുത്തേക്കുക. കണ്ണ് കാണുന്നില്ല താഴോട്ട്. ഇവിടെ ഒരുത്തൻ, ഇവിടെ 3 പേര്, ഫ്രണ്ടിൽ ഒരുത്തൻ. ഉണ്ട്. ആ കണ്ട് ഞാനല്ല എന്റെ ബാക്കിൽ അവനെ കണ്ട അവനെ ആദ്യം കണ്ട് എന്റെ പോന്നെ. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി വണ്ടി കയറ്റിക്കൊണ്ടത് ഇവിടെ വരെ വന്നിട്ടുണ്ട്. അശ്വന്റെ പ്രോ ഡ്രൈവർ സ്കിൽസ് കാരണം നമ്മളിതേ ജീപ്പ് കയറുന്ന സ്ഥലത്ത് മാത്രം. കയറുന്ന വഴി ഭയങ്കര മോശമായിരുന്നു. നമ്മൾ എത്ര പേരാ? 7 പേര് വണ്ടിയിൽ കയറിക്കോണ വന്ന്. അതാ 5 സീറ്റർ 7 സീറ്റർ ആക്കിയവൻ. നോക്ക് ഇവിടെ എല്ലാം ചുറ്റും മലയാ. ഇവിടെ നേരെ വന്നതേ ഇടുക്കിട. നോക്ക് ഡോഗി ദേ ഒരാൾ ദേ മലയുടെ മണ്ടയ്ക്ക് വരെ നടന്നു വന്നു. ദേവൻ്റെ ഒരു ആളും ഉണ്ട്. ദേ അയാള് നമ്മൾ എന്നെ തൊടാൻ പോയപ്പോഴത്തേക്ക് ഓടി വന്നതാ. ഏയ് ഡോഗി, ഏയ് ഡോഗി, ഡോഗി. ഗൈസ് നമ്മൾ കാറിൽ നിന്ന് മാറി ബൈക്കിലോട്ടായിട്ടുണ്ട്. ഇത് റൈഡർ. നമ്മൾ ബൈക്കിലാണ് അങ്ങോട്ടേക്കുള്ള യാത്ര. അത് ഇല്ലേ കല്ല്. ഏത് കല്ലാണ് അതാ കൊറേ കല്ലുണ്ടല്ലോ. ഒറ്റ കട്ടില്ലേ, ആ ഒറ്റ കട്ടിനാണ് ഇല്ലിച്ചക്കല്ല്. അതിന്റെ റൈറ്റ് അങ്ങേയറ്റമുള്ളേ ആ ഒറ്റ കേക്കാണ് ഇല്ലിച്ചക്കല്ല്. റൈറ്റ് സൈഡിൽ അങ്ങേയറ്റത്തുള്ള കേക്ക് സൈഡിലത്തെ അതാണ് ഇല്ലിച്ചക്കല്ല്. അതിന്റെ ഇപ്പുറത്തെ ഒരു മല കണ്ടോ, ആ മലയുടെ തുമ്പത്താണ് വന്നിട്ടാണ് നമ്മൾ ഇല്ലിച്ചക്കല്ലിന്റെ ഫ്രണ്ട് നമ്മൾ നോക്കും. ഇല്ലിച്ചക്കല്ല് കാണാൻ പോവല്ലേ, അവിടുന്ന് നോക്കുമ്പോ ഈ കല്ല് നമ്മൾ കാണും. ആ എന്ന് വെച്ചാൽ ആ മലയിലാണ് ഗ്രില്ലൊക്കെ ഇട്ട് സേഫ്റ്റി ഒക്കെ വെച്ച് ടവർ ഒക്കെ. കേറി വരുന്ന ഫ്രണ്ട് സൈഡ് അവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ കല്ല് കാണും. ബാക്ക് സൈഡ് വെച്ച് നമ്മൾ അതിലേ കയറി വന്ന് ഇതിലേ കയറി ആ കല്ലിന്റെ അവിടം വരെ, ഏറ്റവും അറ്റത്തെ കല്ലിന്റെ അവിടം വരെ വരുവല്ല. അതിന് മുമ്പിലെ ഒരു കല്ലില്ലേ പൊങ്ങി നിൽക്കുന്നത്, അവിടം വരെ. യെസ്, അടിപൊളി ട്രിപ്പ് ആയിരുന്നല്ലേ. പരിപാടി പൊളിയായിരുന്നു. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതായിരുന്നു ഇൻഫിനിറ്റി പൂൾ. എനിക്കും അത് തന്നെ, ഇൻഫിനിറ്റി പൂൾ ആയിരുന്നു. അതായിരുന്നു ഏറ്റവും വിസിറ്റ് ചെയ്യണം പറ്റുവാണെങ്കിൽ. വഴിയേറ്റാ നോക്കണം. പിന്നെ അശ്വറിന്റെ തൊട്ട് ഒരു ഓഫ് റോഡർ ഉണ്ടെങ്കിൽ എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് നടത്താൻ പറ്റും. വരുമ്പോ ഗ്രൂപ്പ് ആയിട്ട് വരണം, തന്നെ ഒന്നും വന്നേക്കല് പെട്ടുപോകും. പ്രത്യേകിച്ച് ബൈക്ക് ഒറ്റയ്ക്ക് വന്നാൽ എന്തായാലും പെടും, എല്ലാരും പെടും. ബൈക്കിലൊക്കെ വരുന്നവരാണെങ്കിൽ പിന്നെ എക്സ്പേർട്സാ ഓഫ് റോഡ് ബൈക്ക് വേണം രണ്ടുപേരോ. ബൈക്ക് കുഴി പോയ തള്ളാനാണ് കേട്ടിട്ടുണ്ട്. കേറ്റാൻ പറ്റുന്ന സ്ഥലത്ത് കൊണ്ട് ഈ ഒരു ബൈക്ക് കൊണ്ട് എല്ലാം കയറിയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിത് ഈ ഒരു കടയിലാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. എല്ലാം കഴിഞ്ഞ് നമ്മുടെ എന്താ ഗൈസ് അച്ചായൻ്റെ
അടുക്കള എന്ന് പറയൽ ഫുഡ് കഴിക്കാൻ വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് ഗൈസായി നമ്മൾ അകത്ത് കയറി ഫുഡ് ഓർഡർ ചെയ്തു. നമ്മളെല്ലാം ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഞാൻ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു എൻ്റെ പൊന്നെ. നമ്മുടെ സാധനം വന്നു. ഇനി കഴിച്ചിട്ട് നേരെ നമുക്ക് വീട്ടിൽ പോവാം. ഗൈസായി നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് നമ്മളെല്ലാവരും പോവാം. ഇവന്മാരെല്ലാം നമ്മുടെ വീട്ടിൽ പോവാം. നമ്മൾ നമ്മുടെ വീട്ടിൽ പോവാം. അങ്ങനെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അതെ അപ്പം എങ്ങനെയാണ് ട്രിപ്പ് എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും എൻജോയ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. എല്ലാം നമ്മളെല്ലാം ചെയ്തു. അടുത്ത വരുന്നതായിരിക്കും. ഓക്കെ ബൈ, സൈനിങ് ഓഫ്. അപ്പോൾ ഗൈസ് ആദ്യത്തെ ലോങ് ഫോർമാറ്റ് വീഡിയോ ആണ്. അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ ഗൈസ്.